ടി.ആർ. ശിവശങ്കർ, നിങ്ങളോട് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ പ്രതിയാക്കുന്നത് തോന്നിയവാസമാണ് എന്നാണ്, ഫാസിസ്റ്റ് രീതിയിലുള്ള നടപടികളാണ് എന്നാണ്. ഇപ്പോൾ ജനവിധി വന്നില്ലേ, എന്നിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കാത്ത പാഠം നിങ്ങൾ CPM പഠിപ്പിക്കാൻ പോവുകയാണോ? ജനവിധിയുടെ പാഠം BJP മാത്രമേ പഠിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്. CPM കുറച്ചൊക്കെ പഠിക്കാമല്ലോ. ഇനി അതല്ല അവർക്ക് പഠിക്കാൻ ആഗ്രഹമില്ല എന്നാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു നമ്മുടെ ചർച്ച ഈ ടീം തന്നെ, പാനൽ തന്നെ ഒരു സോഫ്റ്റ് ഇടതുപക്ഷമാണ് എല്ലാവരും. ഇപ്പോൾ അവസാനം ശ്രീ ചേക്കുട്ടി തന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ എന്ന് പറഞ്ഞ് നിരന്തരം നമ്മളൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ ഗുണപരമായ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഈ അപജയങ്ങൾക്കും എല്ലാം ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും സമ്മതിക്കണം. കാരണം ഗുണപരമായത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, മാറ്റി അപജയങ്ങളെല്ലാം CPM അതല്ല എന്നുള്ള വാദമുഖം ശരിയല്ല. ഞാനിനി അത് പറഞ്ഞാലും നിങ്ങളാരും ഈ 4 പേരും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ വാദമുഖങ്ങളും നിങ്ങൾ 4 പേരും അംഗീകരിക്കില്ല. പക്ഷെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് 2 കാര്യം ഞാൻ പറയുന്നത്. ഒന്ന്, ഇപ്പോൾ വേണു പറഞ്ഞ വിഷയം നോക്കൂ. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിയാക്കിക്കൊണ്ട് ED ഒരു കേസെടുത്തിരിക്കുന്നു. എങ്ങനെ എടുക്കാണ്ടിരിക്കും? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 25ഓളം അക്കൗണ്ടുകൾ, 17 ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ, അത് പാർട്ടി അക്കൗണ്ടുണ്ടായിട്ട് പാർട്ടി ഏരിയ സെക്രട്ടറിമാരും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം പോയിരിക്കുന്നത്. അപ്പൊ കുറ്റവാളികൾ പാർട്ടി തന്നെയല്ലേ? പാർട്ടി തന്നെയാണ് കുറ്റവാളികൾ, പാർട്ടി തന്നെയാണ് പണം ചെലവാക്കിയിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രശ്നം വേണു പറയാതെ പറയുന്നത്, സംസ്ഥാനത്ത് ഉള്ള ഒരു ജില്ലയിലെ മുഴുവൻ MLA-മാർക്കും ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? അത് കണക്കിൽ വന്നിട്ടില്ലല്ലോ. നേരത്തെ ശ്രീ CPM സഹയാത്രികൻ പറഞ്ഞതുപോലെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ CPM എന്നുള്ള പാർട്ടി മുഴുവൻ കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് നൽകി, എല്ലാം വ്യവസ്ഥാപിതമായിട്ട് നൽകുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ സ്വാഭാവികമായി കണക്കുകൾ നൽകിയെന്നാണ് പറഞ്ഞത്. ഞാൻ സ്വാഭാവികമായി കണക്ക് നൽകിയത് മുത്തൂറ്റിൻ്റെ കണക്കുകൾ അതിൽ പെട്ടിട്ടുണ്ട്, DMKയുടെ കണക്കുകളും പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മുത്തൂറ്റിൽ കേസ് അവിടെ സമരം നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് 10-25 കോടി മേടിച്ച കണക്ക് കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി കണക്കുകൾ കൊടുക്കേണ്ട പാർട്ടി അന്ന് MLA-മാർ വിജയിച്ചതുവരെ ഈ കള്ളക്കണക്കുകളും കള്ളപ്പണവും ഉപയോഗിച്ചാണ് എങ്കിൽ മിനിമം തൃശ്ശൂരെ MLA-മാരെയെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ പൂർണ്ണമായിട്ട് മാറ്റുകയോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയോ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതല്ലേ? കാരണം അവർ കൊടുത്ത കള്ളക്കണക്കാണെന്ന് തെളിവല്ലേ. 2, ഇലക്ഷൻ കമ്മീഷൻ ഇവർ കൊടുത്തതിലും ഈ കണക്കുകളില്ലല്ലോ. അങ്ങനെ വന്നാൽ ഈ പാർട്ടിയുടെ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ മാറ്റേണ്ടതല്ലേ? ഈ പാർട്ടിയെ നിരോധിക്കേണ്ടതല്ലേ? കള്ളക്കണക്ക് കൊടുത്തു സംസ്ഥാനത്തിൽ നിന്ന് ഈ പാർട്ടി തന്നെ കേന്ദ്രത്തിലേക്കും ഇലക്ഷൻ കമ്മീഷനും കള്ളക്കണക്കുകൾ കൊടുത്തു എന്നുള്ളത് തെളിവായ സ്ഥിതിക്ക് പാർട്ടിയുടെ ചെങ്കോടി തിരിച്ചു മേടിക്കണം. മുഴുവൻ സ്ഥാവര ജംഗമ സഖ്യതകളും ഒഴിവാക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ സംസ്ഥാനത്ത് നിന്ന് കള്ളക്കണക്കുകൾ, അത് ഒരു ജില്ലയിലെ മാത്രമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഇവിടെ കള്ളക്കടത്തിൽ നിന്ന്, അതിപ്പോ CP ജോൺ സമ്മതിക്കില്ല, കണ്ണൂരൊന്നും പാർട്ടിക്ക് കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊട്ടിക്കലിന്റെ പുതിയ വേർഡ് കണ്ടുപിടിച്ചെന്നും ശ്രീ CP ജോൺ പറഞ്ഞു. ഇതും ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ CPM-ഉം BJP-യുമായിട്ട് അല്ലെങ്കിൽ RSS ആയിട്ട് സംഘടനമില്ലാത്തപ്പോൾ അങ്ങ് പറയുന്ന പോലെ ആപ്പാണ് ആദ്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. വേഗം. അല്ല, ഇത് ഞാൻ ആപ്പിലേക്കൊക്കെ വരാം. അപ്പോൾ കണ്ണൂർ എന്തുകൊണ്ടാണ് CPM ഭാഗത്തുനിന്ന് മാത്രം ഉപയോഗിച്ചിരുന്ന ക്രിമിനൽ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണ കേസ് കള്ളക്കടത്ത് നടത്തുകയും പണം അല്ലെങ്കിൽ സ്വർണ്ണ കേസ് പൊട്ടിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്? RSS-ന്റെ BJP-യുടെ പോയിട്ടില്ലല്ലോ. അപ്പൊ നിരന്തരമായി കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് CP ജോണിന്റെ ഗുരുസ്ഥാനീയനായ MVR-ന്റെ കാലഘട്ടം മുതൽ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെയാണ്. നമുക്കിതിലേക്ക് വരാം. ശ്രീ ടി.ആർ. ശിവശങ്കർ, ഇവിടെ നിങ്ങള് ഡൽഹിയിൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് കൊടുത്തപ്പോ നിങ്ങൾ കൊടുത്തപ്പോൾ ആപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയുണ്ടായി. അതിന്റെ കാരണം ആപ്പ് ഒരു പാർട്ടി എന്ന നിലയിൽ അതിന്റെ ഗുണഭോക്താക്കളാണ്, ശരി. പക്ഷെ നിങ്ങൾ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടു അതേ കേസിൽ, നിങ്ങൾ മനീഷ് സിസോദിയെ പിടിച്ചകത്തിട്ടു അതേ കേസിൽ. അവിടെയാണ് ശ്രീ NP ചെക്കുട്ടിയുടെ പരാമർശം പ്രസക്തമാകുന്നത്.
ഇവിടെ തലോടൽ മാത്രമാണ്. അതാണ് ഇന്ന് അനിലക്കര ചോദിച്ചത്. ഇവിടെ ഇന്നിപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് മൊഴിയും അനിലക്കര കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അനിലക്കര പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതി ചേർത്തു എന്ന് പറയുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത്? ആ കെട്ടിടമാണോ എന്ന് മൊയ്തീനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി. മൊയ്തീൻ്റെ സ്വത്ത് മരവിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ മൊയ്തീൻ അതിൻ്റെ മേലേക്കുള്ള അധികാര കേന്ദ്രത്തിലേക്ക് പോയി ആ മരവിപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അദ്ദേഹത്തിന് തിരിച്ചടിയുണ്ടായി. പിന്നീട് എന്തെങ്കിലും നീക്കമുണ്ടായിട്ടുണ്ടോ? പിന്നെ സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കുകയല്ലേ വേണ്ടത്? ഉണ്ടായിട്ടില്ല. എം വർഗീസിനെ നിരന്തരം വിളിച്ചു വരുത്തി. നിങ്ങൾ ഇന്ന് ഈ പറയുന്ന കേജ്രിവാളിനെതിരെ പറയുന്ന അതേ ആക്ഷേപമാണ് എം വർഗീസിനെ പറ്റിയുള്ളത്. സഹകരിക്കുന്നില്ല, കാര്യങ്ങൾ പറയുന്നില്ല, ഫോണിലെ വിശദാംശങ്ങൾ തരുന്നില്ല, രേഖകൾ കൈമാറുന്നില്ല. ഇപ്പോഴും എം വർഗീസ് ഇടയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും പ്രതിയല്ല അല്ലേ? അപ്പൊ ഇതൊക്കെ തലോടലാണ്. അപ്പോ ഇതിലൊരു വിജയമുണ്ടായി നിങ്ങൾക്ക്. അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ്. അതായത് പിടിച്ചകത്തിടുന്നില്ല, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അക്കൗണ്ടുകളെയെല്ലാം നിങ്ങൾ യഥാർത്ഥത്തിൽ മരവിപ്പിച്ചിരിക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച വേണം നിങ്ങൾക്ക് പാലക്കാടും ചേലക്കരയും അതിൻ്റെ തുടർച്ച ഉണ്ടാക്കണം. അതിനുള്ള ഒടിവിദ്യയാണോ ഇത്? അതാണ് നിങ്ങൾക്കെതിരെ ഉയർന്ന ചോദ്യം. വേണു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സോഫ്റ്റ് ലെഫ്റ്റ് പാനൽ ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാം ശ്രീ ചേക്കുട്ടി അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നോക്കൂ, ഈ ആരോപണത്തിന്റെ ബാലിശമായ മറ്റൊരു മുഖം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇടതുപക്ഷത്തെ സംരക്ഷിക്കുകയും സോഫ്റ്റായിട്ട് തലോടുകയും BJPക്ക് നേരെ കുറ്റപത്രങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ CPM-നെ തലോടുന്നു എന്നതാണ് എന്റെ ചോദ്യം. അതിന്റെ കാര്യകാരണങ്ങളാണ് ഞാൻ അനുബന്ധമായി സൂചിപ്പിച്ചത്. അല്ല, വേണു മിസ് ചെയ്തൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് BJP കോൺഗ്രസ്സുകാരെ സഹായിച്ചു എന്ന് നിങ്ങൾ പറയുന്നില്ല? അല്ല, ഞാൻ വരാം സിബിയോട്. ഞാൻ പറയട്ടെ, CBI സോളാർ കേസ് അന്വേഷിച്ചല്ലോ. സോളാർ കേസിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നു എന്ന് നിങ്ങൾ വേണമെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു KC വേണുഗോപാൽ അടക്കമുള്ള ഇവിടുത്തെ പല MP-മാരും ഉണ്ടായിരുന്നല്ലോ. CBI ഒരാളെ ചോദ്യം ചെയ്തോ? എല്ലാവരും വെറുതെ വിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനോട് സോഫ്റ്റ് ആണെന്ന് പറയാത്തത്? അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അതും പറയേണ്ടതല്ലേ? പക്ഷെ നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾക്ക് അവരെ രക്ഷിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ BJPയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ CBIയോ EDയോ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ ആ കേസിൽ കാര്യമാത്രമായ പ്രസക്തി ഇല്ല എന്നും അല്ലെങ്കിൽ എവിഡൻസ് ഇല്ല എന്നും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആയാലും CPM ആയാലും ഞങ്ങൾ അത് കേരളത്തിൽ അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിന്റെ മഹത്വമൊന്നും പറയല്ലേ ശ്രീ ശിവശങ്കർ? അല്ലല്ല, ഒരു സെക്കൻഡ്. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങി. അല്ലല്ല, അങ്ങ് തുടർന്നോളൂ. അങ്ങ് മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ അങ്ങ് EDയുടെയും ഈ പറയുന്ന മാഹാത്മ്യം പറയുകയുണ്ടല്ലോ, അന്വേഷണ മികവിന്റെ. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങിയല്ലോ. അല്ല, ഒരു സെക്കൻഡ് സാർ. ഹേമന്ത് സോറൻ ഇന്നലെ പുറത്തിറങ്ങിയല്ലോ. 5.5 മാസമാണ് പിടിച്ചകത്തിട്ടത്. നിങ്ങൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ പറയുന്ന ഹേമന്ത് സോറിനെ പിടിച്ചകത്തിടാൻ പറ്റി. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ വരാൻ പോവുകയാണ്. ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതിയാണ്, ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങേക്കറിയാമല്ലോ. 1, പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല. 2, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കും എന്നും കോടതിക്ക് അങ്ങനെ ഒരു സംശയമില്ല. ഏതാണ് കേസ്? ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന EDയുടെ കേസ്. പ്രാഥമികമായ തെളിവ് മൂല്യം പോലും ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി അടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന EDയുടെ അഭിഭാഷകൻ ഈ പറയുന്ന കേജ്രിവാളിന്റെ അതേ കാര്യത്തിൽ റൗസ് അവന്യൂ കോടതിയിൽ കാണിച്ച അതേ തന്ത്രമോടെ പയറ്റി 48 മണിക്കൂറേക്ക് ഈ ജാമ്യം അനുവദിക്കുന്ന ഉത്തരവ് മരവിപ്പിക്കണമെന്ന്. സൗകര്യമില്ലെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് സാവകാശം ചോദിച്ചത്. സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഹേമന്ത് സോറൻ പുറത്തിറങ്ങി. 5.5 മാസമാണ് അവിടെ കടന്നത്. ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? കടുകുമണിയുടെ തെളിവില്ല എന്ന്. ഇതാണ് EDയുടെ അന്വേഷണ മഹാത്മ്യം. അങ്ങേക്ക് തുടരാം. ഇത് EDയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ജാമ്യം കിട്ടുന്നത്. വേണു, ഈ കേരളത്തിൽ 4 പേർക്ക് വിഷം കൊടുത്തുന്ന ഒരു സ്ത്രീയെയും, ഞാൻ പേര് പറയുന്നില്ല, അവർക്കും ജാമ്യം കിട്ടിയല്ലോ. അപ്പൊ കടുകുമണിയുടെ ഇതില്ലാഞ്ഞിട്ടാണോ ജാമ്യം കൊടുത്തത്? ബെയിൽ ഇസ് ലോ, ജയിൽ ഇസ് ED കേസിൽ ബെയിൽ ഈസ് ലോ അല്ല. ED കേസിൽ ബെയിൽ ഈസ് ലോ അല്ല. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണത് PMLA-യിൽ. സാറേ, ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾ എന്നോട് മാത്രം എന്താ ഇത്ര? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇടപെട്ടോളൂ. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇടപെടുകയും ആ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങേക്ക്
അല്ല, ഹേമന്ത് സോറന്റെ വിഷയത്തിലേക്ക് പോയത് ഈ ഇടതുപക്ഷത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേക്ക് പൊള്ളിയതാണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഇടതുപക്ഷത്തെക്കുറിച്ച് ഹേമന്ത് സോറിനെ കുറിച്ച് അടുത്ത ദിവസം ചർച്ച വയ്ക്കും, ഞാൻ വരാം. അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് മറ്റെന്നേക്കാൾ മികച്ച പാനലുകാർ വരും. അപ്പോൾ താങ്കൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ CBI കേസിൽ അതല്ലെങ്കിൽ സോളാർ കേസിൽ അന്വേഷിച്ചപ്പോൾ വെറുതെ വിട്ടു എന്നുള്ളത് താങ്കൾക്ക് അത് ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു സോഫ്റ്റ് ടുവേർഡ്സ് കോൺഗ്രസും നിങ്ങൾ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും കൂടെ ചേർന്നിട്ട് BJP-യെ എവിടെയെങ്കിലും കോർണർ ചെയ്യാമാണെങ്കിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ കേരളത്തിൽ ED ഈ കേസ് ഏറ്റെടുത്തപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ അത് ഈ നേരത്തെ പറഞ്ഞ് മാപ്പു സാക്ഷിയായ ആള് വിളിച്ചു പറയുന്ന അനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് റെജി ലൂക്കോസ് പറഞ്ഞില്ലേ? താങ്കൾ ഇടപെട്ടില്ലല്ലോ. മാപ്പ് സാക്ഷിയായ ആളാണോ CPM-ന്റെ ഈ 25 അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടിട്ടത്? ആ പൈസ കൊണ്ടിട്ടപ്പോൾ ഏരിയ സെക്രട്ടറി അറിഞ്ഞില്ലേ റെജി ലൂക്കോസെ? അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീ വേണു ഇടപെടില്ല. അപ്പോൾ സോറന്റെ കേസിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ വളരെ സോഫ്റ്റ് ടുവേർഡ്സ് LDF. നിങ്ങൾ മഹത്തായ ഇടതുപക്ഷം, മഹത്തായ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയും, കേരളത്തിലെ ഇടതുപക്ഷ മനസ്സെന്നൊക്കെ പറയും. ഇവർ ചെയ്യുന്ന ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ പണ്ട് ബീഡി വിറ്റ് ജനങ്ങളെ പറ്റിച്ചു, അതിനുശേഷം കൊള്ള ചെയ്ത് ജനങ്ങളെ കൊന്ന് ജനങ്ങളെ വഞ്ചിച്ചു, അതിനുശേഷം കള്ളക്കടത്ത് നടത്തി പറ്റിച്ചു, ഇപ്പൊ കള്ളക്കടത്ത് പൊട്ടിച്ചു പറ്റിക്കുന്നു, പിന്നെ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നു. ഇനി അടുത്ത കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ കേരളത്തിലെ മുഴുവൻ ക്വാറി മാഫിയയുടെ പിന്തുണ കിട്ടുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ലേ? ഈ കേരളത്തിലെ മുഴുവൻ ശരി 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 ഞാൻ നടപടിയാണ് ശ്രീ PR ശിവശങ്കർ.